റോജി, പൊതുവേ ആൺകുട്ടികൾ കല്യാണം എന്ന് കേട്ടാ അപ്പൊ തന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടു, അങ്ങനെ ഒരു ടോക്ക് ഉണ്ട്. അപ്പൊ അതേക്കുറിച്ച് എന്താ അഭിപ്രായം? സത്യം പറയല്ലോ കാവ്യ, ഇത് പൊതുവേ കല്യാണം കഴിക്കാത്ത ആൺപിള്ളേരോട് കല്യാണം കഴിച്ചവരാണ് പൊതുവേ ഇതിൻ്റെ വിശേഷങ്ങൾ പറയുന്നത്, ഇതിൻ്റെ അനുഭവങ്ങൾ പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ 90% കല്യാണം കഴിഞ്ഞ പുരുഷന്മാർ നമ്മുടെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കരുത്, കല്യാണം കഴിച്ചാൽ അത് ജീവിതത്തിൽ ഒരു പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോകണം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പോയിന്റിലോട്ട് നമ്മൾ എത്തും. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആൺപിള്ളേർ മാത്രമല്ല, ഇത് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് പെൺകുട്ടികൾ തമ്മിലാണ് ഇപ്പോൾ പറയുന്നത്. പെൺകുട്ടികൾ ഇപ്പോൾ പബ്ലിക്കായിട്ട് പറഞ്ഞു തുടങ്ങി, ഞങ്ങൾക്ക് വിവാഹം വേണ്ട, കല്യാണം കഴിച്ചാൽ എന്തോ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, അല്ലെങ്കിൽ അതിൻ്റെ മറ്റു പല കാര്യങ്ങൾ സാമ്പത്തികമായിട്ട് ഏറ്റവും കൂടുതൽ സമാധാനം, ഇതെല്ലാം നഷ്ടപ്പെടുന്ന ഒരു പോയിന്റിലാണ് ഇന്നത്തെ തലമുറ നിൽക്കുന്നത്. ഒരു പക്ഷേ എൻ്റെ മുന്നിലേക്ക് നിങ്ങൾ രണ്ടുപേരും വിവാഹിതരാണ്, നിങ്ങളോട് രണ്ടുപേരോട് ഞാൻ പേഴ്സണലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് പറയാൻ പറ്റൂലായിരിക്കും, എങ്കിൽ പോലും ഹാപ്പി ആണോ എന്ന് ചോദിച്ചാൽ ഓക്കെ എന്നല്ലാതെ നിങ്ങൾക്ക് അപ്പുറത്തോട്ടൊരു മറുപടി പറയാൻ പറ്റുമോ? ശരിക്കും അല്ല, ഈ പറഞ്ഞത് ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറയുന്ന ആൺകുട്ടികളുടെ സംഭവം വരുമ്പോൾ അതിനകത്ത് ഒരു യൂഷ്വലി കല്യാണം കഴിക്കാത്ത ഒരു ആൺകുട്ടിയെ സംബന്ധിച്ചോളം അവൻ ചിലപ്പോൾ രാവിലെ ലേറ്റായിട്ടായിരിക്കും എഴുന്നേക്കുന്നത്, നേരെ റെഡി ആയി ഓഫീസിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കും, ഇന്നത് വേണം, അങ്ങനെ സംഭവങ്ങളൊന്നുമില്ല. ചിലവിൻ്റെ കാര്യമാണെങ്കിലും ലൈഫ് സ്റ്റൈലാണെങ്കിലും എല്ലാം എന്നെ മാത്രം നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഒരാളെ മാത്രം നോക്കിയാൽ മതി. പക്ഷെ വേറൊരാളൂടെ വരുമ്പോൾ അവിടെ ചേഞ്ച് ആവും, അവിടെ റെസ്പോൺസിബിലിറ്റി എന്നൊരു സാധനമുണ്ട്. അത് ആ സാധനം വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചൊന്ന് ചങ്ങല വരും, കയ്യിലും കാര്യം ഒരു ചങ്ങല പിടിച്ചു കിട്ടിയിരിക്കുന്ന പോലെ വരും. കാരണം നമ്മുടെ ശരിക്കുള്ള റിയൽ ലൈഫിൽ ശരിക്കുള്ള ഞാനായിരിക്കത്തില്ല കല്യാണം കഴിഞ്ഞ ശേഷമുള്ള ഞങ്ങൾ. അപ്പം എനിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റി വരും, കുറച്ച് കാര്യങ്ങൾ നോക്കണം. ഇത് വരുമ്പോൾ ഈ പറയുന്ന ബാക്കിയുള്ള പയ്യന്മാർ കാണുമ്പോൾ, കല്യാണം കഴിക്കാത്തവരെ കാണുമ്പോൾ അവർ എപ്പോഴും കറങ്ങി നടക്കുന്നു, അല്ലെങ്കിൽ ഓരോരുത്തർക്ക് പോകുന്നു, ഇത് ചെയ്യുന്നു അത് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്കൊരു വിഷമം. നീ കല്യാണം കഴിക്കല്ലേ, എല്ലാ അനുഭവം കൊണ്ട് ഇത് പറയുന്നത് ഈ റെസ്പോൺസിബിലിറ്റിന് സമയം. പക്ഷേ റോജി പറഞ്ഞ ഒരു പോയിന്റ് കറക്റ്റാണ്. ഇപ്പോഴത്തെ പെൺകുട്ടികളിൽ കല്യാണം കഴിക്കണ്ടെന്ന് താല്പര്യമുള്ള പെൺകുട്ടികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക ഭയങ്കരമായിട്ട്. അപ്പം അത് എന്താണ് അങ്ങനെ ഒരു തോട്ട് വരാൻ കാര്യം ഉണ്ടാകുക? എല്ലാവരും പറയുന്ന ഇപ്പൊ എന്തോ ഫ്രീ ബേർഡായിട്ട് നടക്കണം, നമുക്ക് ഇഷ്ടമുള്ള പോലെ നൈറ്റിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫ്രീഡം ഒക്കെ പോകും എന്നാണ് ഒരു അഭിപ്രായം. ഫ്രീഡം ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഫ്രീഡം അല്ലേ? അതെ അതെ, ആ റെസ്പോൺസിബിലിറ്റി വരുമ്പോഴുള്ള ഫ്രീഡം കട്ടല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. ശരിക്കും ഒരു വ്യക്തിപരമായ അഭിപ്രായം കാവ്യോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, ഹാപ്പിയാണോ അതോ ഓക്കെയാണ്, ജീവിതമല്ലേ, നമ്മൾ ഇങ്ങനെയല്ലേ ജീവിക്കേണ്ടത് എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ സാധനത്തിലോട്ടാണ് പോകുന്നത്? ഏകദേശം അങ്ങനെയൊക്കെ തന്നെ. അല്ല, ഒരുപാടുപെട്ട എല്ലാവരുടെയും ലൈഫ് അങ്ങനെ ആയിരിക്കും. പിന്നെ ഒരു കാര്യം ഉണ്ട് ജുബി, അതായത് ഈ ആൺകുട്ടികളെ സംബന്ധിച്ചിട്ട് ഇവര് ചെറുപ്പം മുതലേ നമുക്ക് ഭയങ്കരമായിട്ട് വീടുകളിൽ നിന്നൊക്കെ കുറച്ച് പാമ്പറിംഗ് അല്ല, കുറച്ച് ഫ്രീഡവും എല്ലാം കൊടുത്താണ് ഇവർ വളർത്തുന്നത്. കാരണം അമ്മമാർക്കറിയാം, അച്ഛന്മാർക്കറിയാം, ആൺകുട്ടികളൊന്നും അങ്ങനെ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. എടുക്കുന്നവരുണ്ട്, അവര് ആ ഒരു ട്രെയിനിങ്ങിലൂടെ കടന്നു. പക്ഷെ എത്ര പേരുണ്ട് നോക്കുന്നത്? 100 പേരിൽ ഒരു 10 പേർക്കായിരിക്കും ഉത്തരവാദിത്തം, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യണം, അല്ലെങ്കിൽ കൃത്യസമയത്ത് ഞാനത് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ ചെയ്യാതിരുന്നാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്കറിയാവുന്നതൊക്കെ കുറച്ച് ആൺകുട്ടികൾക്ക് മാത്രമേ അവരെ ചെറുപ്പം മുതൽ വളർന്നു വരുന്നുള്ളൂ. ഇപ്പം ഞാനെന്നൊക്കെ പറഞ്ഞാൽ, എനിക്ക് ജുബിയുടെ എനിക്കറിയില്ല, ഞാനെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഉത്തരവാദിത്വം പെട്ട് വരേണ്ട ഒരു ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ ഒരു വിവാഹ ജീവിതത്തിലോട്ടൊക്കെ ഒരു പക്ഷേ കടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആ ലൈഫ് ഭയങ്കര എൻജോയ്മെന്റ്. ഒരു പക്ഷേ അങ്ങനെയുള്ള ആൺപിള്ളേരുടെ മൈൻഡ് മനസ്സിലാക്കിയിട്ട് പെൺപിള്ളേര് അതുപോലെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതല്ലാതെ അതിപ്പോൾ ഞാൻ ഭാര്യയാണ്, അല്ലെങ്കിൽ കുടുംബമാണ്, അല്ലെങ്കിൽ ഇതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇതൊക്കെ മാറി ആ ഒരു ടിപ്പിക്കൽ സാധനം ഉണ്ടല്ലോ, അതായത് ഉത്തരവാദിത്തം എന്ന് പറയുന്ന വൈകുന്നേരം വീട്ടിലോട്ട് കൃത്യസമയത്ത് വന്ന് കയറുന്ന ഇതൊക്കെ എനിക്കൊരു പക്ഷേ ആൺപിള്ളേരെ സംബന്ധിച്ചൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് അങ്ങനെ ചെയ്യാൻ അവർക്കത് ചെയ്യാൻ മടി ഉണ്ടായിട്ടല്ല, പക്ഷെ അറിയില്ല. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 23-24 വയസ്സിൽ വിവാഹം കഴിക്കുന്ന ഒരു ആൺകുട്ടിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒരു 35 വയസ്സൊക്കെ കഴിയണം ശരിക്കും ആ ഒരു പോയിന്റിലോട്ട് എത്തണമെങ്കിൽ. അതുവരെ അവർ എത്തൂല. അതുവരെ ഈ പാർട്ട്നേഴ്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്യൂ ആയിരിക്കും, കാര്യങ്ങളായിരിക്കും. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയുകയാണെങ്കിൽ വിവാഹം വേണോ എന്നൊക്കെ ഞാൻ എപ്പോഴും അല്ല, ഇപ്പം കറക്റ്റ് ഇപ്പം ഇങ്ങനെ ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ബ്രോ. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, നമ്മൾ എൻ്റെ ഒരു പോളിസി ഞാൻ പണ്ട് മുതലേ പറയായിരുന്നു. ഞാൻ എൻ്റെ ഡിഗ്രി കാലഘട്ടം മുതലേ ഞാൻ പറയായിരുന്നു, ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഞാൻ 30-ന് ശേഷമേ കല്യാണം കഴിക്കത്തുള്ളൂ. ഞാൻ കല്യാണം കഴിച്ചത് 30 ശേഷമാണ്. അപ്പം ഈ സംഭവം ഈ മെച്യൂരിറ്റി എന്ന് പറയുന്ന സാധനമല്ല അത് നമുക്ക് പക്ഷേ ഉണ്ടല്ലോ, അത് ഇല്ല. ഇപ്പം ഒരു 24 വയസ്സുള്ള ഒരു പയ്യനോട് ചോദിക്കുക കല്യാണമൊക്കെ കഴിക്കണ്ടേ, വേണ്ട എന്നേ ആദ്യം പറയത്തുള്ളൂ.
നോക്കട്ടെ. ചിലവരുണ്ട് കല്യാണം കഴിക്കണമെന്ന് 24-ാം വയസ്സിലെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുള്ള കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ആഫ്റ്റർ 30s കല്യാണം നടത്താവും. കാരണം ഉണ്ടല്ലോ ഈ ഒരു 30 ഡിപ്പെൻഡിങ് അല്ലേ ജൂബി? അല്ല, ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ഭയങ്കര ട്രെൻഡിങ് ആവുന്നൊരു ചർച്ചയുണ്ട്. 40 വയസ്സിന് ശേഷം ആണ് ശരിക്കുമുള്ള പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നത് ലൈഫിൽ. അതായത് ഞാൻ ഒരു മിനിറ്റ് രണ്ട് സൈഡിലും, അതായത് ഫിസിക്കലി ആണെങ്കിലും മെൻ്റലി ആണെങ്കിലും ഒരാളൊരു പരിപൂർണ അവസ്ഥയിലേക്ക് എത്തുന്നത് ഭീകരമായി ആഫ്റ്റർ 30s നമ്മുടെ ചിന്തകൾ മാറും. ഇപ്പം ഒരു 5 വർഷം മുമ്പ് കാവ്യ ചിന്തിച്ച പോലെ ആയിരിക്കത്തില്ല ഇപ്പോൾ കാവ്യയുടെ ചിന്ത. അത് ഈ ചിന്ത 5 വർഷം മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ലൈഫ് ചിലപ്പോൾ ഈസി ആയിരുന്നു അല്ലേ? അങ്ങ് അത് ഭീകരാവസ്ഥയാണ്. അപ്പോൾ ആ സാധനം ഇപ്പോഴത്തെ ആൾക്കാർ അത് നോക്കുന്നുണ്ട്. കാരണം ഒരു 30s അല്ലെങ്കിൽ 30s കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ എൻ്റയർ സാധനം ഫ്ലിപ്പാവും. മനസ്സിലായോ? മറ്റേത് നമ്മളിപ്പോൾ പറഞ്ഞാൽ നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യണം. എനിക്ക് തോന്നുന്നു നമുക്ക് അങ്ങനെ ഒരു പക്ഷേ ശരിയായിരിക്കാം. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഡിപ്പെൻഡിങ് ആണ്. നമ്മൾ കടന്നു വന്ന സാഹചര്യത്തിലൂടെ ഒരു പക്ഷേ നമുക്കൊരു മിസ്സിങ് തോന്നുന്ന, അല്ലെങ്കിൽ നമുക്ക് ഒരാൾ നമ്മുടെ കൂടെ വേണമെന്ന് തോന്നുന്ന ഒരു പോയിന്റിൽ മാത്രമേ നമ്മളൊരു പാർട്ണർ അല്ലെങ്കിൽ ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കാവൂ. അതല്ലാതെ നമുക്കൊരു സെക്ഷുവാലിറ്റി, നമുക്ക് ഭയങ്കരമായിട്ട് സെക്ഷുവലി ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ഫുൾ ടൈം. ഇപ്പോൾ ആൺപിള്ളേരൊക്കെ സംബന്ധിച്ചിട്ട് ഒരു കല്യാണം കഴിക്കുമ്പോൾ ഇവരുടെ മനസ്സിൽ ആദ്യം ഭൂരിപക്ഷം ഇതൊക്കെ ആയിരിക്കും. നമുക്കൊരു പാർട്ണർ ആയാലോ, നമുക്കൊരു സെക്ഷൽ ലൈഫ് നമുക്ക് ഒരു ഫുൾഫിൽ ആയാലോ, നമുക്ക് കൂടെ നടക്കുന്ന ഒരാളായാലോ, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ഒരാളായാലോ എന്നുള്ള ചിന്തയായിരിക്കും കൂടുതലും കിടക്കുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു അതെല്ലാം ജീവിതത്തിൽ എന്താണെന്ന് തിരിച്ചറിയുന്ന പോയിന്റിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ടു. അതിന്റെ ഒരു ക്യൂരിയോസിറ്റി നഷ്ടപ്പെട്ടു. റോജിബോ ഇപ്പൊ പറയുന്ന പോയിന്റ് റോജിബോയുടെ 25-ാമത്തെ വയസ്സിൽ റോജിബോ ഓർക്കാൻ പറ്റില്ല. അതന്നെ പറയുന്നത്, മനസ്സിലായി. പക്ഷെ ഇതാണ് എല്ലാവർക്കും സംഭവിച്ചിരിക്കുന്ന സാധനം. പക്ഷെ അപ്പോഴും നമ്മൾ മാനസികമായിട്ടൊരു കണക്ഷൻ എന്ന് പറയുന്നത് ഒരു പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോഴത്തേക്കും ഈ ചെറിയ ഇഷ്യൂ ആയിരിക്കും അങ്ങോട്ടും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഈ ചെറിയ ഇഷ്യൂ സംഭവിച്ച് രണ്ടുപേരും ഒരു വീട്ടിലാണെങ്കിൽ പോലും രണ്ട് മനസ്സ്, രണ്ട് ശരീരമായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട്. ഇപ്പൊ ഞാനും കണ്ടെടുത്തോളം ഇപ്പൊ നമ്മുടെ കുറെ ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ ലൈഫ് കേട്ടത് വെച്ച് നോക്കുമ്പോൾ പലരും എന്താ പറയാ, ആദ്യത്തെ ലൈഫിൽ വലിയ സാറ്റിസ്ഫൈഡ് ഒന്നുമല്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ 40-ലാണ് ഒരു മനുഷ്യന്റെ യൗവനം സ്റ്റാർട്ട് ചെയ്യണേന്ന് ഇപ്പൊ പറയുന്നുണ്ട്. അപ്പം 40-കളിലെ പ്രണയം എന്ന് പറഞ്ഞിട്ടാണ്. അസർബൈജാനിന്ന് റഷ്യയുടെ ബോർഡറാണ്. അപ്പോൾ ഞാൻ അവിടെ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ ഈ പ്രായമായി ഒരു 40, 45, 48 വയസ്സായ ആളുകൾ കുഞ്ഞു കുട്ടികളോട് നടക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് മുത്തശ്ശിയായിരുന്നു. ഞാൻ വിചാരിച്ചു അല്ല, കപ്പിൾസാണ്. മനസ്സിലായി? അവർക്കുണ്ടാകുന്ന കുഞ്ഞാണ്. ആ കുഞ്ഞിനെ അവർ കെയർ ചെയ്ത് കണ്ടാൽ നമുക്ക് കൊതി വരും. കാരണം നമുക്ക് ഇവിടെ അങ്ങനത്തെ ഒരു അച്ഛനമ്മ നമുക്ക് കാണാൻ പറ്റൂല. കാരണം അവരെ സംബന്ധിച്ചിട്ട് അവരുടെ ജീവിതം മുഴുവനും അവർ ആസ്വദിച്ച് അവർക്ക് ആരുടെ ഒപ്പമാണ് അവർക്ക് പോകേണ്ടത്, അവർക്ക് എങ്ങനെയാണോ നടക്കേണ്ടത്, അവർക്ക് എന്ത് ഡ്രസ്സിങ്ങാണോ ചെയ്യേണ്ടത്, അതെല്ലാം ചെയ്ത് അവർ പൈസയൊക്കെ സമ്പാദിച്ച് പിന്നീട് അവർക്ക് അതേ വൈബിലോട് ഒരു 40-45 വയസ്സായ രണ്ടുപേരും അങ്ങോട്ട് നമ്മൾ മാരേജ് ചെയ്യുന്നു, ഒരു കുഞ്ഞുണ്ടാവുന്നു. ആ കുഞ്ഞിന് ഒരു പക്ഷേ അച്ഛനും അമ്മേനേക്കാളും കൂടുതൽ കുഞ്ഞുങ്ങൾ നോക്കുന്നത് മുത്തശ്ശിയായിരിക്കും. സെയിം സാധനമാണ് അവിടെ. അവര് ആ കുഞ്ഞുങ്ങളെ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യമുണ്ടല്ലോ, അതായത് ഈ വിവാഹം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് ചിന്തിക്കാനുള്ള മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകൾ പറയും പുരുഷന്മാർ ഭയങ്കരമായിട്ട് എന്താ പറയുക ഡോമിനേറ്റിംഗ് ആണെന്ന്. അപ്പോൾ ഈ പുരുഷന്മാർ ചോദിക്കുമ്പോൾ പുരുഷന്മാർ പറയും ഈ സ്ത്രീകളെ ഇപ്പോൾ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, കാരണം ഒന്നിലധികം അഫെയർസ് ഉണ്ടാവും, കാര്യങ്ങളുണ്ടാവും. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പറ്റൂല്ലെങ്കിൽ അതിന് പോകണ്ട. നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യങ്ങളാണ് വിവാഹത്തിന് ചിന്തിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് കേരളത്തിലുണ്ട്, കേരളത്തിന് പുറത്തുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്തങ്ങ് ജീവിച്ചാൽ മതി എന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ സൊസൈറ്റി ഒരു സാധനമുണ്ട്. ഇപ്പം അതായത് സൊസൈറ്റി എഴുതി വെച്ചിരിക്കുന്ന ലിഖിതമല്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഒരു കുഞ്ഞുണ്ടാവാൻ പറ്റുന്ന അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ അണ്ടർ 30 ആണെന്ന് പറയപ്പെടുന്നത്. അല്ലല്ല, സ്ത്രീകൾക്കും പുരുഷന്മാർക്കും, അതായത് ആൺകുട്ടികൾക്കും ബെസ്റ്റ് സമയം ഒരു കപ്പിളിന് ജനിക്കണമെങ്കിൽ. പക്ഷെ ഇത് വിശ്വസിക്കാൻ എത്ര പേരാണെന്ന് അറിയോ? ഇത് വിശ്വസിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞിട്ട് 6 മാസത്തിനുള്ളിൽ കുഞ്ഞുങ്ങളായില്ലെങ്കിൽ ഇതിലിപ്പോ വേറെ സംഭവമുണ്ട്. ഇപ്പം ചില ഡോക്ടേഴ്സ് പറയുന്നുണ്ട്, അതായത് 40 കഴിഞ്ഞാൽ പ്രസവം 2 പേർക്കും കുറച്ച് വിഷയമായിരിക്കും, എന്തെങ്കിലും പ്രശ്നം കാണും. ഇതൊക്കെ ആൾക്കാരുടെ മനസ്സിലുണ്ട്. അപ്പം ഈ ആൾക്കാർ ചിന്തിക്കുന്നത് എന്താ, എത്രയും പെട്ടെന്ന് ഇവരെ കല്യാണം കഴിപ്പിക്കുക, എത്രയും പെട്ടെന്ന് കുഞ്ഞുണ്ടാകുക. മനസ്സിലായി?
വൺസ് ഒരു കുട്ടി വന്നാൽ പിന്നെ ആർക്കും ടെൻഷൻ. ശരി, എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പാർട്ണറെ നമുക്ക് മനസ്സിലാക്കാൻ മിനിമം ഒരു 2 വർഷമൊക്കെ കഴിയും. കാര്യം അതുവരെ നമ്മളാണെങ്കിലും നമ്മൾ ഇങ്ങനെ അഭിനയിച്ചങ്ങ് ജീവിക്കും, അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ജീവിക്കും. ഒരു 2-3 വർഷം കഴിയുമ്പോൾ ഏകദേശം നമുക്ക് മനസ്സിലാവും എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യും, എന്ത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റൂല, ഇമോഷൻ ഏത് ലെവലിൽ പോകും, ഏത് ലെവലിൽ പോകില്ല, അല്ലെങ്കിൽ ആ വ്യക്തി എന്താണെന്നുള്ള ക്ലിയർ പിക്ചർ പറയാതെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ 6 മാസമൊക്കെ കഴിഞ്ഞൊരു കുഞ്ഞായി കഴിയുമ്പോഴേ ആക്ച്വലി ഇവർക്ക് ജീവിക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല, ഇവർക്ക് മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. അല്ലെങ്കിൽ 1 വർഷങ്ങൾക്ക് ശേഷം ഞാൻ കേട്ടിട്ടുണ്ട്, 1 വർഷത്തിന് ശേഷം കുഞ്ഞായില്ലെങ്കിൽ എന്താ മച്ചയാണോ, എന്താ പ്രസവിക്കില്ലേ, എന്താ ആശുപത്രി പോകണോ, അല്ലെങ്കിൽ പോയി നോക്ക്, അല്ലെങ്കിൽ അവൻ്റെ മദ്യപാനത്തിൻ്റെ പ്രശ്നമാണ്, അവനോട് മദ്യം നിർത്താൻ പറ, അല്ലെങ്കിൽ പുകവലി നിർത്താൻ പറ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാത്തതുകൊണ്ടാണ്, ദൈവവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്, എന്തൊക്കെ കാര്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഈ വിവാഹം കഴിച്ചവരുടെ 2 പേരുടെ ജീവിതത്തിലും അവരുണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ പ്രശ്നങ്ങൾ അവർക്ക് ചുറ്റും നിൽക്കുന്ന ആൾക്കാർ വെറുതെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പൊതുവെ ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി, വിവാഹം എന്ന് പറയുന്നത് ഒരു വെറുതെ വേസ്റ്റായ ഒരു കാര്യമാണ്. വെറുതെ അതിന് വേണ്ടി സമയം കളയാതെ നമ്മുടെ ജീവിതത്തിലോട്ട് തിരിഞ്ഞു നോക്കി നമ്മളെ വളർത്തുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് നമ്മളെ തന്നെ ഒന്ന് ബിൽഡപ്പ് ചെയ്തെടുത്ത് നമുക്കൊരു ജോലിയായിട്ടോ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ നമുക്ക് സോഷ്യലി ആയിട്ടോ നമ്മളൊന്ന് വളരാതെ. ടിപ്പിക്കലി മലയാളി സൊസൈറ്റി ആഗ്രഹിക്കുന്ന സാധനമുണ്ട്. അതായത് അവൻ കല്യാണം കഴിഞ്ഞു, ഒരു കുഞ്ഞായി, അവൻ സെറ്റിൽഡായി, മനസ്സിലായി, പിന്നെ നമ്മൾ ഈ കുഞ്ഞിനെ വളർത്താനായിട്ടുള്ള സാധനങ്ങൾ, അപ്പം അവൻ്റെ കറക്കം നിൽക്കും, അവൻ്റെ വലിയ വലിയ ചിലവുകൾ നിൽക്കും. ഈ പ്രോസസ്സ് ഉണ്ട്. ലോജിക്ക് തോന്നിയിട്ടുണ്ടോ ആ കാര്യം? ഇത് ഇങ്ങനെ കുഞ്ഞായി കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ കാര്യം അവൻ സേഫായി, ഇനി അവൻ വേറെ കൂട്ടുകെട്ടത്തിൽ പോകത്തില്ല, അമിത മദ്യപാനം ഉണ്ടാവില്ല, കാരണം ചിലവുകൾ കൂടുകയാണ്, അപ്പോൾ ഇവൻ നേരെ ആയിരിക്കും. പണ്ട് പറയുന്ന സാധനമുണ്ട്, കല്യാണം കഴിച്ചാൽ ആണുങ്ങളെ നേരെ ആക്കാൻ വേണ്ടി വിവാഹം കഴിക്കുന്ന അച്ഛനും അമ്മയും കേട്ടോ. അച്ഛൻ മാത്രമല്ലേ, എന്തുകൊണ്ട് സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇപ്പൊ ഒരു ചെറുക്കനെ സംബന്ധിച്ച് അവന് നേരാക്കാൻ വേണ്ടി ഒരു അമ്മയും അച്ഛനും മുൻകൈ എടുത്ത് അവനെ കല്യാണം കഴിപ്പിച്ചാൽ ഈ സ്ത്രീക്ക് അറിയാൻ പാടില്ല, ഈ അമ്മ എന്ന് പറഞ്ഞ സ്ത്രീക്ക് അറിയാൻ പാടില്ലേ ഇത് ഒരിക്കലും നേരെ ആകാൻ പോകുന്ന കേസല്ലാന്ന്. കാരണം ഈ സ്ത്രീ ഇതുപോലെ ഒരാൾ വിവാഹം കഴിച്ച് ജീവിതത്തിൽ 10-30 വർഷം ജീവിച്ചൊരു സ്ത്രീക്ക് കൃത്യമായിട്ട് മനസ്സിലാവും നമുക്കും ഒരാളെ നേരാക്കാൻ പറ്റൂല. അത് ആ വ്യക്തിക്ക് സ്വയമായിട്ട് തോന്നണം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നമ്മളോട് അത്ര അറ്റാച്ച്മെന്റ് തോന്നണം, അല്ലെങ്കിൽ നമ്മളോട് ഒരു കമ്മിറ്റ്മെന്റ് തോന്നണം എന്ന പോയിന്റിൽ മാത്രമേ ഇത് നേരെയാവൂ. അല്ലാതെ വിവാഹം കഴിപ്പിച്ച് കൊടുത്തിട്ട് അപ്പോൾ ഇവരെന്ത് ചെയ്തിരിക്കുക, അതായത് ഇത്രയും നാളുമായിട്ട് അച്ഛനും അമ്മയും പറയാതെ കേട്ട് നടന്ന മകൻ കല്യാണം കഴിഞ്ഞാൽ അവൻ്റെ വീട്ടിലൊരു പെണ്ണുണ്ടല്ലോ, അപ്പോൾ അവൻ ആ പെണ്ണിൻ്റെ അടുത്തോട്ട് എല്ലാ ദിവസവും കയറി വരുമല്ലോ. അല്ലാതെ മറ്റേന്ന് പറഞ്ഞാൽ ചിലപ്പോൾ രാത്രി മൊത്തം പുറത്തായിരിക്കും, അപ്പോൾ അത് കയറി വരുമല്ലോ. അതിനല്ല ഇപ്പം ഈ വന്ന് കയറിയ പെൺകൊച്ചിനെ വെച്ചിട്ട് ഉപദേശിക്കാമല്ലോ, ഒരു പെൺകൊച്ചിനെ കെട്ടിക്കൊണ്ട് വന്നേക്കാണ്, അതിന് ഉത്തരവാദിത്തം നിനക്കുണ്ട്, നീ ജോലിക്ക് കൃത്യമായിട്ട് പോകണം, ഈ കൂട്ടുകെട്ടിലോട്ടൊന്നും പോകരുത്, കാര്യങ്ങളൊക്കെ ചെയ്യരുത്. അപ്പോൾ അവൻ എന്ത് ചെയ്യും, ഇത്ര നാളെ ചെയ്തുകൊണ്ടിരുന്നത് അവൻ വേറൊരു രീതിയിൽ ചെയ്യാൻ വേണ്ടി നോക്കും. ഈ വന്ന് കയറുന്ന പെണ്ണെന്ത് വിചാരിക്കുക, പിന്നെ അവൻ്റെ ദേഷ്യം പെൺകൊച്ച് നോക്കണം, അവൻ്റെ എല്ലാ കാര്യങ്ങളും പെൺകൊച്ച് നോക്കണം. സ്വന്തം അച്ഛനമ്മയ്ക്ക് നോക്കാൻ പറ്റാത്തതാണേ വന്നു കയറുന്ന പെൺകൊച്ച്. ഈ പെൺകൊച്ച് എന്ത് ചെയ്യാനാ, ഇതിന് മൊത്തം ബ്ലാങ്കായി പോയില്ലത്. ഇത് പിന്നെ ഈ കൊച്ചെൻ്റെ ജീവിതത്തിൽ മൊത്തം ഈ ആൾക്കാരെ മാനേജ് ചെയ്ത് വന്ന പിള്ളേരാണോ, ആരാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ ഇത് തിരിച്ച് സംഭവിക്കും. ഈ മാനസിക രോഗമുള്ള ആളുകളെ ഇങ്ങനെ വിവാഹം കഴിപ്പിച്ച് ജീവിതം പോയി എത്ര ആൾക്കാരുടെ നിറമോ ഒളിപ്പിച്ച് വെക്കും. എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മാനസിക പ്രശ്നം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ട് മാനേജ് ചെയ്യും. ഇത് പാരൻസിനെ ചിന്തിച്ചൂടെ, ഇതെപ്പോഴെങ്കിലും നാളെ ഒരു വിവാഹമോചനത്തിലോട്ട് പോവാതിരിക്കണേക്കാളും നല്ലതല്ലേ വിവാഹം കഴിക്കാതിരിക്കുന്നത്.